പരിശുദ്ധിക്കുകയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാസംസർക്കവും സിസ്റ്റർ ഫില പറഞ്ഞതുപോലെ അച്ഛൻ്റെ 50 വർഷക്കാലം പൗരോഹിത്യ ശുശ്രൂഷ പിന്നിട്ടതിന് ശേഷം മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. നമുക്കെല്ലാം അറിയാം, 50 വർഷത്തോളം കാലം ശുശ്രൂഷ ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയ ആനന്ദവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. അച്ഛനെ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യക്തിപരമായിട്ട് അറിയാം എന്ന് പറഞ്ഞ പോലെ ഒരുപക്ഷെ എന്നെക്കാളും കുറച്ചും കൂടി ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത് സ്നേഹബഹുമാനപ്പെട്ട പ്രശാന്തച്ഛനായിരിക്കും. കാരണം അച്ഛൻ്റെ വിജയരാജച്ഛൻ്റെ നേതൃത്വത്തിൽ അച്ഛൻ സുപ്പീരിയറായിട്ട് 5 വർഷത്തോളം കാലം ഉണ്ടായിരുന്നു. പ്രശാന്തച്ഛൻ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മണിപ്പൂരിൽ. അപ്പം തന്നെ സെമിനാരിയിൽ ഒരു 3 വർഷത്തോളം കാലം ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ സെമിനാരിയിലെ സ്പിരിച്വൽ ഡയറക്ടറായിരുന്നു, അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടറും കൂടിയായിരുന്നു, റെക്ടറും കൂടിയായിരുന്നു. അപ്പം തന്നെ ഞാൻ അച്ഛനെ ആദ്യമായിട്ട് കാണുന്നത് ഹരിയാനയിൽ വെച്ചാണ്. ഞാൻ ഇവിടുന്ന് ആദ്യത്തെ വർഷം IMS ജോയിൻ ചെയ്തപ്പോൾ മൈനസ് സെമിനാരിയിലായിരുന്നപ്പോഴാണ് അച്ഛനെ കാണുന്നത്. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ആരുടെയും കുറ്റമൊന്നും പറഞ്ഞു നടക്കുകയില്ല. എപ്പോഴും എന്തെങ്കിലും കണക്കും അതുപോലെ തന്നെ ഒരു കണക്കനായിരുന്നു സഭയിൽ. എപ്പോഴും സെമിനാരിയിലാണെങ്കിൽ പോലും 10-18 വർഷത്തോളം കാലം അവിടുത്തെ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ട്, അവിടുത്തെ കണക്കുകൾ നോക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. വ്യത്യസ്തമായിട്ടുള്ള രൂപതകളിൽ നിന്നൊക്കെ ഒരുപാട് അച്ഛന്മാർ പഠിക്കുന്നതാണ് അവരുടെ കണക്കുകളും. ഞങ്ങളുടെ MSS സ്റ്റുഡൻസിൻ്റെ കണക്കുകളെല്ലാം നോക്കിക്കൊണ്ട് നടന്നത് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ ഈ 50 വർഷം പിന്നിട്ടപ്പോൾ വളരെ ആഘോഷത്തോടുകൂടെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം വാരണാസിയിൽ വെച്ച്, ഉത്തർപ്രദേശിൽ വെച്ച് നല്ലൊരു ആഘോഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും വലിയൊരു ആഘോഷത്തിന് താല്പര്യമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ദൈവത്തിന് അച്ഛനെ പറ്റി നന്ദി പറയുന്നത് ഉചിതം തന്നെയാണല്ലോ. കാരണം 50 വർഷത്തോളം കാലം കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ സേവനം ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛനെ IMS സഭയിലേക്ക് സമ്മാനിച്ച അച്ഛൻ്റെ മാതാപിതാക്കള്, സഹോദരങ്ങള് എല്ലാവരെയും കർത്താവിൻ്റെ ഈ രക്ഷയേകുന്ന അൽത്താരയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇനിയും ഒരുപക്ഷെ ഈ 50 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 40 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ആരോഗ്യമൊന്നും ഒരുപക്ഷെ ഉണ്ടാകത്തില്ല. എന്നാലോ ഈ കുറിപ്പുകളിൽ നിറവുകളാക്കി മാറ്റുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും അതുപോലെ തന്നെ കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും അച്ഛൻ്റെ ജീവിതത്തിൽ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അച്ഛൻ ആദ്യമായിട്ടാണ് ലത്തീൻ കുർബാന മലയാളത്തിൽ ചെല്ലാൻ പോകുന്നത്. അപ്പോൾ 50 വർഷങ്ങൾ പിന്നിട്ടു. ആ കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ഇതിൽ ഭാഗ്യവാനാണ്. അപ്പോൾ അച്ഛൻ്റെ ആദ്യമായിട്ടാണ് ലത്തീൻ ക്രമത്തിൽ മലയാളത്തിൽ കുർബാന ചെല്ലാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു തുടക്കമാണ്, അല്ലേ? പുതിയൊരു തുടക്കമാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹം ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛന് എല്ലാ ആശംസകളും നൽകിക്കൊണ്ട് നമുക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി ആരംഭിക്കാം. ഈ അവസരത്തിൽ ഞാൻ എല്ലാ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉരുപ്പെട്ട സ്വീകരണം ഇവിടെ വെച്ചായിരുന്നു, ആലപ്പുഴ വെച്ചായിരുന്നു. ആ അവസരത്തിൽ വന്യപിതാവ് ആലപ്പുഴ മെത്താൻ മൈക്കിൾ ആറോളമാണ് എനിക്ക് ഉരുപ്പെട്ടു തന്നത്. ആ അവസരത്തിൽ എൻ്റെ മാതാപിതാക്കന്മാരും മറ്റുള്ളവരും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരില്ല. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ എല്ലാവരെയും പറ്റിയും ഓർക്കുന്നു, അനുസ്മരിക്കുന്നു, അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വർഷത്തിലൂടെയുള്ള അച്ഛന്മാരുടെ ജോഷി പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കൂടാതെ അമൽദാസ് അച്ഛനും പ്രശാന്ത് അച്ഛനും ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് അച്ഛൻ അവിടെ മണിപ്പൂരിൽ വെച്ചും അമൽദാസ് അച്ഛൻ പാനിപ്പത്ത് വെച്ചും ജോലി ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. പ്രഭുദാസ് അച്ഛനും ഞാനും കമ്പാനിയൻസാണ്. ഞങ്ങൾ ഒരുമിച്ച് നോവിഷ്യേറ്റ് കഴിച്ചവരാണ്. ഈ അവസരത്തിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുപ്പീരിയേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടാതെ എല്ലാ കമ്പാനിയൻസിനു വേണ്ടി ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു.
സർവശക്തനായ ദൈവത്തോടും പ്രവർത്തിയാലും തീർച്ചയായും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ വിട ആകയാൽ തീനിയായ സമയത്തോടും എല്ലാ വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കഴിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മുടെ നിത്യത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് വിജയാചരിയോടുള്ള സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് 50 വർഷം പൗരോഹിത്യ ജീവിതത്തിൽ ആഘോഷിക്കുന്ന വിജയരാജന് നമ്മൾ എല്ലാ ആശംസകളും നേരുകയാണ്. ഈ IMS-ാണ് അച്ഛൻ ഓർഡിനേഷൻ സ്വീകരിച്ചത്. ഇന്നിതാ നമ്മുടെ മധ്യേ നിൽക്കുമ്പോൾ ഈ IMS ഭവനത്തിൽ അച്ഛൻ വളരെയധികം സന്തോഷത്തോടെ ആയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. അച്ഛൻ്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേറ്റ് ചെയ്യുന്ന അവസരം കിട്ടിയതിന് കർത്താവിൻ്റെ വലിയ നന്മയാണ്. പരിശുദ്ധമ്മ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ടുണ്ട്. 50 വർഷം കഴിയുന്ന ബഹുമാനപ്പെട്ട വിജയരാജൻ. ഞങ്ങൾ 8 അച്ഛന്മാരുണ്ട്. ഈ 8 അച്ഛന്മാരിൽ അച്ഛൻ മാത്രമാണ് 50 വർഷത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അച്ഛനെ നോക്കിക്കൊണ്ട് അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ കർത്താവിനെ സ്തുതിക്കാം. പരിശുദ്ധമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അയ്യമ്മസമേ, അങ്ങയുടെ നടയിൽ അച്ഛൻ്റെ പൗരോഹിത്യം ആരംഭിച്ചു. ഇതാ 50 വർഷം കഴിഞ്ഞ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങ് ബഹുമാനപ്പെട്ട വിജയരാജനെ വളരെയധികം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ 50 വർഷക്കാലം പുരോഹിതനായി ആയിരിക്കുക, ആ വലിയ കടമ അച്ഛൻ പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു. അതിന് നന്ദി പറയുന്നു. പരിശുദ്ധമേ, ഇനിയും അനേകം അനുഗ്രഹങ്ങൾ അച്ഛന് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം അച്ഛനിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്നതാത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ, നല്ല ദൈവമേ, നന്മരൂപനേ, നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. Congratulations.